ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയൊരു വ്ളോഗാണിത്. ആക്ച്വലി ഞാനിന്ന് ചെന്നൈയിലാണ്. അപ്പോൾ സെൻറ്റ് തോമസ് മൗണ്ട് ചർച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ വന്നിരിക്കുകയാണെന്ന്, കൂടാതെ ഒരു ഫ്രണ്ടിനെയും കാണണമെന്ന് തോന്നി. ഇതാണ് സെൻറ്റ് തോമസ് മൗണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ സ്ഥാപിച്ച വർഷവും ഇതെല്ലാം കുരിശും എല്ലാം ഉണ്ട്. അപ്പോൾ കാണാനായിട്ട് വന്നത് ചെന്നൈയിൽ ആദ്യമായിട്ടാണ്. ചെന്നൈയിൽ വന്നിട്ട് ഫസ്റ്റത്തെ വ്ളോഗാണിത്. എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അപ്പോൾ അതനുസരിച്ച് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പുതിയതായിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ബൈക്ക് പാർക്ക് ചെയ്യുന്നവർക്ക് ഇവിടെ ഫീ ഉണ്ട്, എത്രയെന്നറിയില്ല. അങ്ങനെ നമ്മൾ സെൻറ്റ് തോമസ് മൗണ്ടിലെത്തി. ഒരു ഗിണ്ടിയിൽ നിന്ന് ആക്ച്വലി സെൻറ്റ് തോമസ് മൗണ്ടിലോട്ട് മെട്രോ ഉണ്ട്. മെട്രോ കയറിയിട്ടാണ് വന്നത്. പിന്നെ അവിടെ നിന്ന് ഒരു റാപ്പിഡ് ബുക്ക് പണിയിട്ടാണ് ഞാനിവിടെ വന്നത്. അതായത് ഒരു പഴയ ചർച്ച്, ആ പഴയ ചർച്ചിനുള്ളിലോട്ട് കയറി പോവുകയാണ് നമ്മൾ. അപ്പോൾ എൻ്റെ ഫേസ് ഞാൻ കാണിക്കുന്നില്ല, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തമിഴിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് പഴയ ചർച്ച്. ഈ പഴയ ചർച്ചിനുള്ളിൽ കയറി ഇവിടെ യേശുവിൻ്റെയും തോമസ് ലീഹയുടെയും ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ഇത് പണ്ട് മലയുടെ മുകളിൽ തോമസ് ലീഹ വന്നപ്പോൾ അതിൻ്റെ ഓർമ്മ ഭാഗമായിട്ട് വെച്ചിരിക്കുന്ന ഒരു ചർച്ചാണിത്. പിന്നെ ഇതൊരു ഭാഷ ഏതറിയില്ല, ഇറ്റലിയാണോ ഫ്രഞ്ചാണോ പോർച്ചുഗീസാണോ എന്നറിയില്ല. അതിനനുസരിച്ചൊരു ഭാഷ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ തോമസ് ലീഹായുടെയും മറ്റേ ഇതിൻ്റെയും ഇത് വന്നിട്ടുണ്ട്. പിന്നെ മദർ ഓഫ് ഗോഡ്, മേരി മദർ ഓഫ് ഗോഡ്, ഇത് 50 AD വരച്ച പെയിൻറ്റിംഗ് ആണ്. പിന്നെ ഇതിലുള്ള കുരിശുരൂപം, കല്ലിന്മേലുള്ള കുരിശുരൂപം, അത് ബ്ലീഡിങ് റോസ് ഓഫ് സെൻറ്റ് തോമസിൻ്റെ. പിന്നെ സെൻറ്റ് തോമസ് അവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾ വന്ന് പുറകിൽ നിന്ന് കുത്തി പോകുന്നൊരു ഫോട്ടോ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ പുള്ളിക്കാരൻ്റെ അസ്ഥിയുടെ ഒരു ഇതും വെച്ചിട്ടുണ്ട്, റെലിക്കും വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ലവ് മീൽ അതെല്ലാം വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. പിന്നെ ഈ മലയുടെ മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഫുള്ള് ചെന്നൈ, ഏകദേശം ചെന്നൈ കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ വന്നു. ഞാൻ. പിന്നെ ഇവിടെ ചെറിയൊരു ചർച്ച് ഉണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ 6 o'clock-നാണ് ഒരു പ്രെയർ ഉണ്ടായിരുന്നത്, മാസ്. പിന്നെ അത് അവിടെ ഒരു വ്യൂ പോയിൻ്റ് പോലെയാണ്. അതൊരു പോകണമെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്കൂടി ചുറ്റി പോകണം. ഞങ്ങളങ്ങനെ ഇവിടെ വന്നു. ഇവിടെ മദർ തെരേസയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ നേരം ഇന്ന് കപ്പിൾസും ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടൊക്കെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ ആ പ്രതിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാർപ്പാപ്പയുടെ പ്രതിമയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളൊരു മ്യൂസിയം പോലത്തെ ഒരു സ്ഥലത്തിലോട്ട് പോയി കയറിക്കൊണ്ടിരിക്കണം. അപ്പോൾ ചെരുപ്പ് ഊരി വെക്കണം. ചെരുപ്പ് ഊരി വെച്ചാലേ ഇവിടെ എൻട്രി ഉണ്ടാവുള്ളൂ. ആക്ച്വലി ഞാൻ ചെരുപ്പ് ഊരാണ്ടാണ് ഞാൻ പോയത്. ചെരുപ്പല്ല, ഷൂ ഊരാണ്ടാണ് ഞാൻ പോയത്. പക്ഷെ തിരിച്ച് വന്നപ്പോൾ ഒരു അക്ക വന്നിട്ട് എൻ്റെ പറഞ്ഞു, ഷൂ കഴട്ടി വെച്ചിട്ട് പോകുമ്പോൾ അങ്ങനെ പറഞ്ഞു. പക്ഷേ നമ്മൾ ഷൂ അഴിക്കാനാണ് ഫസ്റ്റ് കയറിയത്. ഇവിടെ തോമസ് ലീഹായുടെ മരണപ്പെട്ടപ്പോൾ അവരെടുത്ത് വെച്ചതും, പിന്നെ 12 അപ്പോസ്തലന്മാർ എങ്ങനെയാണ് മരിച്ചത്, അതിനനുസരിച്ചുള്ള പിക്ചേഴ്സൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ വന്നത്. ഇപ്പോൾ പല ആൾക്കാരും എങ്ങനെയൊക്കെയാണ് മരിച്ചത് അതിൻ്റെ ഫോട്ടോസൊക്കെ അത് മേളിൽ പലരെയും തല കീഴാക്കി കുരിശിൽ തറച്ചും പലരെ പുറകിൽ നിന്ന് കുത്തിയും എല്ലാം, അങ്ങനെ 12 അപ്പോസ്തലന്മാരെ എങ്ങനെയാണ് കൊന്നതെന്നുള്ള പിക്ചേഴ്സാണ് ഡീറ്റെയിലിംഗ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല, ഫോണിൻ്റെ ക്ലാരിറ്റി അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഇവിടെ മാർപ്പാപ്പ ഇതൊക്കെ സ്ഥാപിച്ചതിന് ശേഷം ഒരു ടൈമിൽ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏത് പോപ്പാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലായില്ല. ഇവിടെ വന്നിട്ട് ചെന്നൈയിൽ വന്നു. അപ്പോൾ ഇങ്ങനെ വന്ന് അവിടെ സന്ദർശിച്ചു. അത്രയ്ക്ക് പുരാതനമായൊരു സ്ഥലമാണിത്. സെൻറ്റ് തോമസ് ചെന്നൈയിൽ വന്ന് കോറമാനിൽ വന്നിറങ്ങി ഒരു മലയുടെ മുകളിൽ നിന്ന് പ്രാർത്ഥിച്ച്, പിന്നെ അന്നത്തെ പഴയ സാധനങ്ങൾ കണ്ടു. അതെല്ലാം ഒരു ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ കണ്ടു. പിന്നെ പഴയ കോയിൻസാണത്, ഒരു 11th century കോയിൻസാണത്. അതൊക്കെ കണ്ടു. പിന്നെ ഒരു വിളക്ക്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. പിന്നെ ഇവിടെ പിക്ചേഴ്സൊക്കെ ഉണ്ട്. പിന്നെ വേറെ ആൻറ്റിക്സ് ഒക്കെ ഉണ്ട്. പഴയ തരത്തിലുള്ള കല്ല്, ആ നൂറ്റാണ്ടിലുള്ള കല്ലുകൾ, ഓടിൻ്റെ കഷ്ണങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അതൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ കണ്ട് വന്നു.
പിന്നെ വേറെ കുറേ പിക്ചേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് കണ്ടൊക്കെ വന്നു. ഇത് ചെന്നൈയുടെ ആ ഒരു പള്ളി ഇരിക്കുന്നതിൻ്റെ ചെറിയൊരു റെപ്ലിക്കാണ്, മലയുടെ മുകളിൽ എങ്ങനെയാണ് ഉള്ളതെന്നുള്ളത് അത്. പിന്നെ കുറേ പിക്ചേഴ്സ്, പഴയ കാലത്തുള്ള പിക്ചേഴ്സ്, പഴയതും പുതിയതായിട്ടുള്ള പിക്ചേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. ഇവിടെ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഏത് നൂറ്റാണ്ടിലാണ് വന്നത്, എപ്പോഴാണെന്നൊക്കെ ഉള്ളത്. ഇവിടെ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 200 വർഷത്തിലുള്ള പഴക്കമുള്ള മരമാണത്. മലയാളത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മലയാളികളുണ്ടായിരുന്നു കേട്ടോ കൂടുതലും. നോർത്ത് ഇന്ത്യൻസ്, പിന്നെ തമിഴ് ക്രിസ്ത്യൻസ്, അവർ, പിന്നെ ഇവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ആ കാലഘട്ടത്തിൽ വന്നപ്പോൾ ഉള്ള ഒരു രേഖാചിത്രമാണ് അവർ കൊത്തി വെച്ചേക്കുന്നത്, അത് കാണിച്ചു. പിന്നെ നോർത്ത് ഇന്ത്യൻസ് കൂടുതലുണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്നതിന് ശേഷം കുറേ മലയാളികൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, മലയാളികളെയും കാണാനും പറ്റി. അപ്പോൾ കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്. ശരിക്കും നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഈ മലയുടെ മുകളിൽ ഒരു അഡ്വഞ്ചർ പോലെ പോയി വരാം. പിന്നെ നല്ലൊരു ഫീലിംഗ് ആണ്. ഞാൻ ആക്ച്വലി പള്ളിയിൽ പോയിട്ട് കുറേ നാളുകളായി. അപ്പോൾ ആ പള്ളിയിൽ ചെന്നപ്പോൾ എനിക്കൊരു ഉണ്ടായൊരു ഫീലിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെയൊക്കെ. പിന്നെ അത് പഴയ ആൻറ്റിക്സും കാര്യങ്ങളും. ഇതാണ് ആ വ്യൂ പോയിന്റ് കേട്ടോ. ആ വ്യൂ പോയിന്റിൽ നമ്മൾ അതിൻ്റെ മുകളിൽ കൂടി കയറി വന്നു. ഇത് ഏകദേശം ഒരു ഓൾമോസ്റ്റ് ചെന്നൈ പകുതിയും കാണാം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ പഴയ ഗേൾ ഫ്രണ്ട്സും ബോയ് ഫ്രണ്ട്സും ഹസ്ബൻഡ് വൈഫ് അവരുടെ കുട്ടികൾ പിന്നെ ഫാമിലീസ് വേറെ അവരെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാവരും എൻജോയ് ചെയ്യായിരുന്നു. അപ്പോൾ ഏകദേശം ഇവിടെ നിന്നിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റാണ് ഇതെല്ലാം. അപ്പോൾ നല്ല എൻജോയിങ് ആയിരുന്നു, നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ ചെന്നപ്പോഴാണ് വിശക്കാനും തുടങ്ങിയത്. താഴത്തൊരു കടയുണ്ടായിരുന്നു. താഴത്തൊരു കടയിൽ ചെന്നിട്ട് ഗൂഗിൾ പേ വർക്ക് ഉണ്ടായില്ല. കാരണം എന്ന് വെച്ചാൽ 5G കിട്ടുന്നില്ല, 4Gയിലേ വർക്കാവുന്നുള്ളൂ. പുറത്തോട്ട് നിന്ന് കുറേ കാട്ടായൊക്കെ കാണിച്ചിട്ടാണ് എനിക്ക് ഏകദേശം പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ വ്യൂ പോയിൻ്റൊക്കെ കണ്ടിട്ട് താഴത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് വേറൊരു മ്യൂസിയമാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശുദ്ധന്മാരില്ലേ, ഇപ്പോൾ ഇന്ത്യയിൽ നിന്നായാലും പല പല ഈ ഭൂമിയിലുള്ള പല പല വിശുദ്ധന്മാർ അവർ മരിച്ചിട്ട് അവരെ വിശുദ്ധന്മാരാക്കുമല്ലോ. അപ്പോൾ അവരുടെ ഒരു ഡീറ്റെയിലിങ്ങും കാര്യങ്ങളാണ്. പിന്നെ അവരുടെ ചെറിയ ചെറിയ റിലിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയ ചെറിയ ഡ്രസ്സ്, അവരുടെ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സിൻ്റെ ഒരു അംശം, കൈയുടെ ഒരു അംശം. ഇപ്പോൾ ഇവിടെ സെൻറ്റ് തോമസിൻ്റെ തന്നെ വിരലിൻ്റെ ഒരു അംശം ഇവിടെ ഈ പള്ളിയിലുണ്ടായിരുന്നു. അതാണ് ഞാൻ ആദ്യത്തെ ഇതിൽ കാണിച്ചത്. ഇത് പല പല വിശുദ്ധന്മാർ. പിന്നെ ദേവസഹായം ഉണ്ടാകാൻ നിൽക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഫസ്റ്റത്തെ രക്തസാക്ഷി, പിന്നെ മറിയൻ തെരേസ, എനിക്ക് പേര് തെറ്റിപ്പോകുന്നു തോന്നുന്നു. പിന്നെ അൽഫോൺസാമ്മ, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള അൽഫോൺസാമ്മ, അവരുടെയൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ പിന്നെ ആ പെട്ടിക്കൂടത്തിനുള്ളിലാണ് മറ്റേ അവരുടെ ഉപയോഗിച്ച ഏതൊരു പഴയ കാലത്തെ ഒരു ഐറ്റം അതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ ഞാനിവിടെ വന്നപ്പോഴും വേറെ ആൾക്കാരൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിട്ടോ. നമ്മുടെ കയ്യിൽ പിന്നെ ഇങ്ങനത്തെ ഒരു പഴയൊരു മൊബൈലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. പിന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് വലിയ വലിയ ഉയരങ്ങളിലെത്തി നല്ലൊരു രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നത്. നിങ്ങളെന്തായാലും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുള്ളത് വെച്ച് കാണിക്കുന്നു. പിന്നെ ചെന്നൈയിലോട്ട് വരാൻ ഇതെവിടെയാണെന്ന് കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ചെന്നൈയിൽ വർക്ക് ചെയ്യാണ് ഒരു IT കമ്പനിയിൽ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഗിണ്ടി പോയി, ഗിണ്ടിയിൽ നിന്ന് മെട്രോ പിടിച്ച് സെൻറ്റ് തോമസ് മൗണ്ടിലെത്തി. സെൻറ്റ് തോമസ് മൗണ്ടിൻ്റെ അവിടെ നിന്ന് മെട്രോന്ന് ഒരു ഊബർ അല്ല റാപ്പിഡോ ബുക്ക് ചെയ്താണ് ഞാൻ പോയത്. പിന്നെ റിലിക്കിൻ്റെ കാര്യങ്ങളാണ് ഇത് എഴുതി വെച്ചാണ്. പിന്നെ ഇവിടെ സെൻറ്റ് തോമസിൽ നിന്ന് മെട്രോയ്ക്ക് 20 രൂപ കണ്ടായുള്ളൂ, റാപ്പിഡോയ്ക്ക് 40 രൂപ കണ്ടായി. ടോട്ടലി 60 രൂപ ചിലവെന്നുള്ളൂ. പിന്നെ ഇത് താഴത്തോട്ടുള്ള വഴികളാണ്. പള്ളിയുടെ ബാക്കിൽ തന്നെ താഴത്തോട്ട് മെയിൻ റോഡിലോട്ട് പോകാനായിട്ടൊരു വഴിയുണ്ട് ബാക്ക് സൈഡ്. വന്ന വഴിയും പോകാം, ഈ വഴിയും പോകാം. അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ലൊരു കയറ്റം ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല കയറ്റം, നന്നായിട്ട് ബുദ്ധിമുട്ടി. പിന്നെ ഇവിടെയും കുറേ പിക്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ